എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ ഒരു സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു യുവതി എഴുതിയ അനുഭവ സാക്ഷ്യം ഇപ്രകാരം വായിക്കാനിടയായി. അവൾ അവളുടെ ഓഫീസിൽ നടന്ന ഒരു പ്രധാന മീറ്റിംഗിൽ പങ്കെടുത്ത് ഒരു ദിവസം വീട്ടിൽ വരാനായിട്ട് അല്പം വൈകി. വളരെ ലേറ്റ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് പുറപ്പെട്ടത്. വിജനമായ ഒരു വഴിയിലൂടെ അവളുടെ ടൂ വീലറിൽ വരുമ്പോൾ അവളുടെ ഉള്ളിൽ നിറയെ ഭയം ഉണ്ടായിരുന്നു. തന്നെ സംരക്ഷിക്കണമേ എന്ന് ഹൃദയത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം വിജനമായിട്ടുള്ള വഴിയാണ്, ഇരുട്ടുള്ള വഴിയാണ്. സ്വാഭാവികമായിട്ടും ഒരു യുവതി ടൂ വീലറിലാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഭയം ഉണ്ടായി. ദൂരെയുള്ള വഴിയിലേക്ക് അവൾ നോക്കി 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 ലൈറ്റ് നല്ല ഫുൾ ഇതിലിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും വളവിൽ ഒരാൾ നിൽക്കുന്നതായിട്ട് അവൾ കണ്ടു. അടുത്തടുത്ത് വരുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അയാളുടെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കും അവൾ ആ മുഖം കണ്ട് ആകെ ഭയപ്പെട്ടു. അവൾ ഒന്നേ നോക്കിയുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൾ ഒരുവിധം വീട്ടിലെത്തി. അവളുടെ ആ ഓർമ്മയിൽ നിന്ന് അവൾക്ക് വിമുക്തമാക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടും സ്കൂട്ടറിൽ വരുവാനായിട്ട് തനിക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്ന് ഓർത്ത് അവൾ പോലും അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസം പത്രം വായിക്കുമ്പോഴത്തേക്കും ഒരു സംഭവം വായിച്ച് അവൾ ഞെട്ടി. തലേ രാത്രി താൻ കടന്നു വന്ന വഴിയിലൂടെ തനിക്ക് ശേഷം മിനിറ്റുകൾ കഴിഞ്ഞ് അതുവഴി വന്ന മറ്റൊരു സ്ത്രീയെ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന്. ആ ഇടുങ്ങിയ വളവിലൂടെ ആ സ്ത്രീയുടെ മൃതദേഹം കിടന്നതായി വാർത്തയിൽ കണ്ടു. തനിക്കും സംഭവിക്കാമായിരുന്ന അപകടത്തിൽ നിന്ന്, തന്നെ വലിയ ആപത്തിൽ നിന്നാണല്ലോ ദൈവം രക്ഷിച്ചത് എന്നോർത്ത് അവൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. പക്ഷെ അവളൊരു തീരുമാനമെടുത്ത് ആ കൊലപാതകിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് അവൾക്ക് തോന്നി. അവൾ ധൈര്യത്തോടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് തലേ രാത്രിയിൽ തനിക്കുണ്ടായ അനുഭവം അവളെ അറിയിച്ചു. ആ വളവിൽ നിന്ന വ്യക്തിയെ ഒരിക്കൽ കൂടി കണ്ടാൽ അറിയാൻ പറ്റുമോ എന്ന് പോലീസുകാരൻ തിരക്കി. അവൾ പറഞ്ഞു സാധിച്ചേക്കും. അങ്ങനെ അവിടെ ഒരു തിരിച്ചറിയൽ പരേഡ് നടന്നു. സ്ഥിരം കുറ്റവാളികളിൽ ഒരാളായിട്ടുള്ള കൊലപാതകിയെ അവൾ തിരിച്ചറിഞ്ഞു. പോലീസിന് കാട്ടിക്കൊടുത്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അവളുടെ അപേക്ഷ പ്രകാരം ആ കൊലപാതകിയോട് പോലീസ് ഒരു ചോദ്യം കൂടി ചോദിച്ചു. തലേ രാത്രിയിൽ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപ് സ്കൂട്ടറിൽ കടന്നുപോയ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാത്തത് എന്തുകൊണ്ടാണ്? കുറച്ചു നേരം ഭയത്തോടെ ആ കൊലപാതകി അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മറുപടി പറഞ്ഞു, ഈ പെൺകുട്ടി സ്കൂട്ടറിൽ ഒറ്റയ്ക്കായിരുന്നില്ല. അജാനബാഹുവായ ഒരു മനുഷ്യൻ ഇവളുടെ സ്കൂട്ടറിന്റെ പുറകിലുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ തീപാറുന്ന കണ്ണുകളിലേക്ക് എനിക്ക് ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. എന്റെ ശരീരം മൊത്തം വിറച്ചുപോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി സ്കൂട്ടറിന്റെ അടുത്ത് ചെന്ന് പുറകിലെ സീറ്റിലേക്ക് നോക്കി അവൾ കണ്ണുകൾ അടച്ചപ്പോൾ അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞ അവൾ പണ്ട് വായിച്ച വചനമാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 14-15 വാക്യം. അവന്റെ തലയും മുടിയും വെളുത്ത പഞ്ഞി പോലെ, ഹിമം പോലെ വെളുത്തതും, കണ്ണ് അഗ്നിജ്വാല പോലെയും, കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യമായും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. ആ വചനം അവൾ ഓർത്തു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായ ദൈവപുത്രൻ ഇന്നലെ രാത്രി തന്നോട് കൂടെ തന്നെ സംരക്ഷിക്കുന്നതിനുണ്ടായിരുന്നുവെന്ന്. പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് തന്റെ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് തന്നോടൊപ്പം യാത്ര ചെയ്തു എന്ന് ഓർത്തപ്പോഴത്തേക്കും അവൾ നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി നമ്മുടെ ആവശ്യ സമയത്ത് യേശു സ്വർഗം ചായച്ചിറങ്ങി എത്രയെത്രയോ വന്ന അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പങ്കുവയ്ക്കാനുണ്ടാവും. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നമ്മെ തനിച്ചാക്കി മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിനെ സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഓർത്ത് അടുത്ത് ചെന്ന് നന്ദി പറയുന്നവരാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പുതിയ നിയമം നോക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലങ്ങളിൽ യേശു ഇരിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചില ഇടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ,
ചില വിഷയങ്ങളിൽ ചില വ്യക്തികളോടൊപ്പം ഇരിക്കുന്ന യേശു ഒരുപാട് ആത്മീയ സത്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന് ഇതുവഴി നമുക്ക് വെളിപ്പെടുത്തി തരാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, യേശു ആ കിണറിനരികെ ഇരുന്നു. എന്തിനാ അവൻ ഇരുന്നത്? ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അവൻ ഇരുന്നു. ഒരാത്മാവിന് വേണ്ടിയിട്ട് അവൻ മണിക്കൂറുകളോളം നടന്നു വന്ന് ഒരു കിണറ്റിന്റെ അരികെ ഇരുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം, സമറിയാക്കാരി സ്ത്രീയെ കുറിച്ച് നേരത്തെ പറഞ്ഞു കേട്ടോ, യോഹന്നാന്റെ സുവിശേഷം 8:2 അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വിശ്വാസികളായിട്ടുള്ള ഒരു കൂട്ടം ജനത്തിന്റെ സിനഗോഗില് അവൻ ഇരുന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. മത്തായി സുവിശേഷം 5:1 മലയിലെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ആദ്യം പറയുന്നത് അങ്ങനെയാണ്, യേശു മലയിൽ കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്നു, അവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പൊ തന്റെ അടുത്തേക്ക് വരുന്നവർക്ക് ദൈവ വഴികൾ ഉപദേശിച്ചു കൊടുക്കാനായിട്ട് അവൻ എപ്പോഴും തയ്യാറാണ്. മത്തായി സുവിശേഷം 24:3 ഇത് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അവൻ ഒലിവുമലയിൽ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അങ്ങനെ അടുക്കൽ വന്നവരോട് അന്ത്യകാലത്തിന്റെ രഹസ്യങ്ങൾ അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 12:40 പറയുന്നു, ഭണ്ഡാരത്തിന് അരികയിൽ ഇരുന്ന യേശു. എന്തിനാ അവൻ ഇരുന്നത്? പണത്തിന്റെ തൂക്കം നോക്കാനല്ല, സമർപ്പണമുള്ള ഒരു ഹൃദയമെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിന്റെ അരികെ ഇരിക്കുന്നു. ഇന്ന് നമുക്കായി അവൻ ഇരിക്കുക. എവിടെയാ? മഹിമയുള്ളവന്റെ വലതുഭാഗത്ത് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, നമ്മെ രക്ഷിക്കാനായിട്ട് ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. എന്നാൽ അപ്പോൾ തന്നെ സാത്താൻ ഇരിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളും കൂടി വചനത്തിൽ പറയുന്നുണ്ട്. മറക്കല്ലേ, വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പെർഗമോസിലെ സഭയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, പള്ളിയൊക്കെയാണ്, പക്ഷെ വിഗ്രഹാരാധനയും വ്യാജ ഉപദേശവും അനാചാരങ്ങളും ശക്തമായി നിലനിൽക്കുന്ന ഇടങ്ങളിലെ കാഴ്ചയിൽ ദേവാലയമാണ്. പക്ഷേ പെർഗമോസിലെ സഭയോട് പറയാണ്, നീ എവിടെയാണ് വസിക്കുന്നതെന്ന് എനിക്കറിയാം, സാത്താന്റെ സിംഹാസനമുള്ള ഇടത്ത് തന്നെ. പക്ഷെ അവിടെ ആ വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവിടെയും നീ എനിക്ക് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അതായത് സഭയ്ക്കുള്ളിലും സാത്താന്റെ സിംഹാസനം ഇട്ടുകൊടുക്കാൻ സഭയിലെ മക്കൾക്ക് കഴിയും. എങ്ങനെ? വിഗ്രഹാരാധനയും വ്യാജ ഉപദേശവും അനാചാരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് വഴി. രണ്ടാമത്, യോഹന്നാന്റെ സുവിശേഷം 13:27 കാണുന്നു, വഞ്ചനയുള്ള ഹൃദയത്തിൽ സാത്താൻ ഇരിക്കുമെന്ന്. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടൻ സാത്താൻ യൂദാസിൽ കടന്നുകൂടി നമ്മൾ വായിക്കുന്നുണ്ട്. കപട വിശ്വാസം, കപട ആചാരം, സ്വാർത്ഥമായ ഹൃദയം, പണത്തിനോടുള്ള ആർത്തി, ഇതെല്ലാം സാത്താന് ഇരിക്കാനായിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഇരിപ്പിടങ്ങളാണത്രേ. 2 കൊറിന്തോസ് 4:4 നമ്മൾ കാണുന്നു, സത്യം താല്പര്യമില്ലാത്ത ഒരു ജനം, അവര് സത്യം അറിഞ്ഞാലും പഴയ തെറ്റായ ആചാരങ്ങളും തഴക്കദോഷങ്ങളും തഴക്കശീലങ്ങളും അനുകരണങ്ങളും ഒക്കെ തെറ്റാണെന്ന് വചനത്തിലൂടെ തെളിവായിട്ട് അവർ തന്നെ ഇട്ടാലും മനസ്സിലാക്കിയാലും സത്യത്തിൽ നിലനിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് പഴയ ആചാരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 2 കൊറിന്തോസ് 4:4 പറയുന്നു, ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ലഭിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം ഇതൊക്കെ ദൈവികമായിട്ടുള്ള വചനത്തിൽ പറയുന്ന ആചാരങ്ങളോ വചനത്തിനോട് അനുകൂലിക്കുന്ന ആചാരങ്ങളോ അല്ല, വചനത്തിന് എതിരായിട്ടുള്ളതാണ് പെർഗമോസിലെ സഭയെ പോലെ നമ്മുടെയും പല സഭകൾക്കുള്ളിൽ നടക്കുന്നത്. ഇതെല്ലാം അറിയാമെങ്കിലും ഞാൻ എങ്ങനെ മാറും എന്നുള്ള ആ ഒരു പിടിവാശിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അവരോട് പറയുകയാണ്, കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നിടത്താണ് നിന്റെ വാസമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സിംഹാസനമുള്ളിടത്ത്, അല്ലെങ്കിൽ കർത്താവിനെ നമ്മുടെ അടുത്ത് ഇരുത്തുവാൻ തക്കവണ്ണം വിശുദ്ധിയോ വിവേകമോ നമുക്കുള്ളതായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം. കാണുന്നതെല്ലാം ദൈവികമല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇതെങ്ങനെ ഉരച്ചു നോക്കാനായിട്ട് സാധിക്കും? അതിനാണ് നമ്മുടെ മുൻപിൽ ദൈവവചനമാകുന്ന ഉരകല്ലുള്ളത്.
ഏത് ആചാരം കണ്ടാലും ഏത് രീതികൾ കണ്ടാലും ഇത് ദൈവവചനത്തിൽ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വചനത്തിൽ ഉരച്ചു നോക്കുകയാണെങ്കിൽ അത് മിന്നുന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തിന് ഒത്തതാണ്. മിന്നുന്നതല്ല എങ്കിൽ അത് ചെമ്പാണ് പ്രിയപ്പെട്ടവരെ. അത് നമ്മളെ ചൂഷണം ചെയ്യാനോ ആളെ കൂട്ടാനോ ഉള്ള തന്ത്രങ്ങളാണ്. അതല്ല സത്യവിശ്വാസം. നമുക്ക് സത്യവിശ്വാസം മുറുകെ പിടിക്കാം. യേശു കൂടെ ഉണ്ടെങ്കിൽ ഏത് സാത്താനെയും തറ പറ്റിക്കാനായിട്ട് നമുക്ക് അവന്റെ കൃപ മതി. ബലവാനായ എൻ്റെ കർത്താവിന്റെ കൂടെ ആയിരിക്കാനായിട്ട് ശ്രമിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം. അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിക്കും. ആമേൻ. പ്രാർത്ഥിച്ചില്ല ഞാൻ ദാവീദിനെ പോൽ, സ്നേഹിച്ചില്ല ഞാൻ ഹാനോക്കിനെ പോൽ, കൂടെ നടന്നില്ല ഞാൻ ഹാനോക്കിനെ പോൽ, കൂടെ നടന്നില്ല ഞാൻ. എന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നാപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താ